സോ ഓവ്യൂൾ സീഡായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറും. സോ ഓവ്യൂൾ സീഡായിട്ട് മാറുന്നതും ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നതും രണ്ടും ഒരേ സമയത്താണ്, സൈമൾട്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ് ഓവ്യൂൾ ടു സീഡ് ഫോർമേഷൻ ആൻഡ് ഓവറി ടു ഫ്രൂട്ട് ഫോർമേഷൻ. ഇനി നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട് എന്താണ്? ഫെർട്ടിലൈസേഷൻ്റെ പ്രോഡക്റ്റ് തന്നെയാണ് ഫ്രൂട്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ്, നമ്മൾ കഴിക്കുന്ന ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സുകളുണ്ട്. അത് 2 ടൈപ്പ് കാറ്റഗറിയിൽ ഫ്രൂട്ട്സിനെ നമുക്ക് തരംതിരിക്കാം. ഒന്ന് ഫ്ലഷി ഫ്രൂട്ട്സ്, ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ്. ഫ്ലഷി ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് പൾപ്പി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ, ഗുവ, ഓറഞ്ച്, മാംഗോ, നമ്മൾ ഭയങ്കര ലാവിഷായിട്ട് കഴിക്കുന്ന അങ്ങനത്തെ ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ. ഇനി ചില ഫ്രൂട്ട്സ് ഡ്രൈ ആയിരിക്കും, വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും, പൾപ്പി നേച്ചർ കുറവായിരിക്കും. അങ്ങനത്തെ ഫ്രൂട്ട്സുകളാണ് ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ് ഉള്ളത്. സോ ഫ്രൂട്ട്സ് അതിൻ്റെ ഉള്ളിലുള്ള ആ നേച്ചർ അനുസരിച്ച് ഫ്ലഷി ആവാം, ഡ്രൈ ആയിരിക്കാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓവറിയിൽ നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഓവറിയാണ് ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യണതെന്ന് പറഞ്ഞു. അതുപോലെ ഓവ്യൂളാണ് സീഡായിട്ട് ഡെവലപ്പ് ചെയ്യണത്. ഇത് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയമാണ് നടക്കണതെന്നും പറഞ്ഞു. ഇനി ഫ്രൂട്ട്സ് ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഈ ഫ്ലവറിൻ്റെ ഫ്ലോറൽ പാർട്സ്, അതർ പാർട്സുകളൊക്കെ, അതിൻ്റെ സെപ്പൽ, പെറ്റൽ, അതുപോലെ തലാമസ്, അങ്ങനെ ബാക്കി ഭാഗങ്ങളെല്ലാം തന്നെ അത് ഫോൾ ചെയ്യും, അത് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. സോ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ മറ്റ് ഫ്ലോറൽ പാർട്സുകളൊക്കെ, മറ്റ് വേൾഡ്സുകളൊക്കെ തന്നെ കൊഴിഞ്ഞു പോകും. ഇതിൻ്റെ ബേസിൽ നമ്മൾ ഫ്രൂട്ട്സിനെ 2ആയിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫ്ലോറൽ പാർട്സ് ചില ഫ്രൂട്ട്സിൽ കാണപ്പെടാറുണ്ട്. അതിൻ്റെ ബേസിൽ ഫ്രൂട്ടിനെ 2ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഫാൾസ് ഫ്രൂട്ടും ട്രൂ ഫ്രൂട്ടും എന്ന് പറയും. സാധാരണ എപ്പോഴും ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യണത് അതിൻ്റെ ഓവറിൽ നിന്ന്. സോ മോസ്റ്റ് ഓഫ് ദ പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ ഓവറിൽ നിന്നാണ് അതിൻ്റെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുക. സോ കോമൺ ആയിട്ട് കാണുന്ന ഫ്രൂട്ടുകളൊക്കെ നമ്മൾ പറയുന്ന ട്രൂ ഫ്രൂട്ടുകളാണ്. സോ ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൂ ഫ്രൂട്ട്. ഇനി ഓവറി അല്ലാണ്ട് അതർ ഫ്ലോറൽ പാർട്സും ഈ ഫ്രൂട്ട് ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഫ്രൂട്ടുകളെ വിളിക്കേണ്ട പേരാണ് ഫാൾസ് ഫ്രൂട്ട്. ഫോർ എക്സാമ്പിൾ തലാമസ്. സോ തലാമസ് എന്ന് പറഞ്ഞാൽ ഫ്ലവറിൻ്റെ സ്ട്രക്ചർ. ആ തലാമസും ഫ്രൂട്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഫ്രൂട്ടിൽ, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ടിൽ തലാമസിൻ്റെ ഭാഗങ്ങൾ കൂടി കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ തലാമസാണ് എഡിബിൾ പോർഷനായിട്ട് ഒരു ഫ്രൂട്ടിൽ വരുന്നതെങ്കിൽ അതിന് വിളിക്കേണ്ട പേരുകളാണ് ഫാൾസ് ഫ്രൂട്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂലൊക്കെ ഈ തലാമസ് ഫ്രൂട്ട് ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അത് തന്നെയാണ് നമുക്ക് എഡിബിൾ പാർട്ടായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഫ്രൂട്ടുകളാണ് ഫാൾസ് ഫ്രൂട്ട്. സോ ഫ്ലോറൽ പാർട്സുകൾ ഫ്രൂട്ട് ഫോർമേഷന് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഫാൾസ് ഫ്രൂട്ട്. ഓവറി മാത്രമേ ഫ്രൂട്ട് ഫോർമേഷന് സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ട്രൂ ഫ്രൂട്ട്. ഇനി വേറെ ടൈപ്പ് ഫ്രൂട്ടുകളുണ്ട്, പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്സ്. നമ്മൾ മുമ്പ് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ തന്നെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പാർത്തനോ കാർപ്പി. സോ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ടുകളാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. സോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഒരു ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഫ്രൂട്ടുകളെ വിളിക്കുന്ന പേരാണ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിളാണ് ബനാന. സോ ബനാന ഒരു പാർത്തനോ കാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ടുകളാണ്. സോ പാർത്തനോ കാർപ്പി ഇത് നാച്ചുറലായിട്ടുള്ള പാർത്തനോ കാർപ്പിക് ഫ്രൂട്ടാണ് ബനാന. ആർട്ടിഫിഷ്യലി നമുക്ക് പാർത്തനോ കാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ടുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും? നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഹോർമോൺസുകൾ അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണുകൾ പ്ലാന്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പാർത്തനോ കാർപ്പി എന്ന് പറഞ്ഞ ഫിനോമിനൻ അതിലുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഫ്രൂട്ടുകളൊക്കെ പാർത്തനോ കാർപ്പിക് ഫ്രൂട്ടുകളായിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനത്തെ ഫ്രൂട്ടുകളിൽ സീഡ് ഉണ്ടാവില്ല. സോ സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ടുകളായിരിക്കും പാർത്തനോ കാർപ്പി. സോ ഗ്രോത്ത് ഹോർമോൺ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പാർത്തനോ കാർപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും, ആർട്ടിഫിഷ്യലി ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനത്തെ. ഫോർ എക്സാമ്പിൾ അങ്ങനത്തെ പ്ലാന്റ്സുകളുടെ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത അതിൽ സീഡ് ഉണ്ടാകും. സീഡ്ലെസ് നമ്മൾ കഴിക്കുന്ന ഗ്രേപ്പ്, സീഡ്ലെസ് ഒക്കെ എന്തായിരിക്കും? പാർത്തനോ കാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ടുകളായിരിക്കും.